എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും, പൊറുകമാളോരെ അവൻ. അനിത സിസ്റ്റർ ആണ്. അനിത സിസ്റ്റർ അത് പൊട്ടിക്കാം. കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കണം. കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ഇത് തീരാൻ പോവുകയാണ്. 1-2 പരിപാടിയുടെ ഉള്ളൂ. ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഇപ്പോൾ നിഖില് സ്ക്രീനിൽ നോക്കി ബൈക്കിലൂടെ വായിക്കുന്നതായിരിക്കും. ബൈക്കിൽ വായിച്ചു. മൈക്കിൽ വായിച്ചു എന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ബഹളം ഉണ്ടാക്കില്ലേ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പടങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം നടന്നാൽ നിന്റെ വടിയും നിന്റെ ആശ്വസിപ്പിക്കും. പാനപാത്രം ആമേൻ. നല്ലൊരു കൈയോടെ കൊടുക്കാം. അടുത്തത് എറിയരുത്. ഒരാളുടെ കയ്യിലോട്ട് കൊടുക്കണം. എറിയരുത്. കൈ കൊടുക്കാം. എഡ്ലിൻ പൊട്ടി എഡ്ലിന്റെ കൈ കൊടുക്കും. സങ്കീർത്തനം 133 സിസ്റ്റർ ബിയൂള വായിക്കുക. സങ്കീർത്തനം 133. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്റെ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലേ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇപ്പൊ നമ്മൾ മുമ്പേ വായിച്ച ഒരു അപ്പോൾ മറിയാമ്മ സിസ്റ്റർ ഇവിടെ ഇല്ലായിരുന്നു. അത് ഇപ്പോൾ ഒന്നുകൂടെ വായിക്കുകയാണ്. മറിയാമ്മ സിസ്റ്റർ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം പറയും. അത് ഒറ്റ വാക്കിൽ ഹെപ്സി പ്രാർത്ഥിക്കും. ഒരു മൈക്ക് കൊടുത്താട്ടെ. മൈക്ക് ഓണാണോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വെള്ളിയാഴ്ച കാലം ദൈവസഭയോട് ദൈവമക്കളോടൊത്തായിരിക്കാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവിനെ പരിപാലിച്ചു വരാവുന്ന എല്ലാ അപസനർത്ഥങ്ങളിൽ നിന്ന് ദൈവം വിടിവിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി, കരുതലിനായി, നന്ദി പറയുന്നു. പ്രത്യേക പ്രാർത്ഥനാ വിഷയം എൻ്റെ മകൻ്റെയാണ്. അവൻ ഇന്നലെ 1 വർഷം കൂടി കർത്താവ് ദാനമായി കൊടുത്തു. അവൻ്റെ ഒരു പ്രത്യേക വിഷയം ദൈവമക്കളോടും ദൈവസഭയോടും അറിയിക്കുന്നു. അവൻ്റെ പഠന വിഷയമാണ്. വർഷങ്ങളായിട്ട് ഇപ്പം അവൻ 7ാം ക്ലാസ് വരെയായി. പക്ഷേ അവൻ്റെ പഠിത്തത്തിൽ അവൻ വളരെയധികം വീക്കാണ്. ആ പഠിത്ത വിഷയത്തെ സംബന്ധിച്ച് അവനെ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവൻ്റെ IQ 70% ഉള്ളൂ. അപ്പം അവന് വേറൊരു സ്കൂളിലേക്ക് ആഴ്ചയിൽ 2 വട്ടം സ്കൂളിൽ പോകുന്നു. ആ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. ദൈവമക്കളുടെയും ദൈവസഭയുടെയും വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവവചനത്തിനകത്ത് സങ്കീർത്തനം 2:6 കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് വരുന്ന പരിജ്ഞാനവും വിവേകവും വരുന്നു. ഈ വചനത്താൽ പൈതലിനെ ദൈവം
അവന്റെ ജ്ഞാനത്തെ ദൈവം തുറക്കുന്നതിനായി ദൈവസഭയുടെയും ദൈവമക്കളുടെയും വിലയേറിയ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കാണിരിക്കുന്നു. അപ്പോൾ ഹെപ്സിക പ്രാർത്ഥിക്കും. ஏசப்பா அந்த சிறு மகனை அப்பா உம்முடைய கரங்களில் தருகிறோம் பிதாவே ஸ்தோத்திரம் அப்பா. அப்பா நீர் எங்களுக்கு ஞானத்தை பகிர்ந்து தருகிற ஸ்தோத்திரம், தேவனா ஸ்தோத்திரம். இருக்கிறபடியால் உமக்கு ஸ்தோத்திரம் அப்பா. நீர் ஹல்லேலூயா, ஞானத்தை ஸ்தோத்திரம், கொடுத்து அப்பா ஸ்தோத்திரம். அப்பா உமக்கென்று உகந்த பாத்திரமாய் நீர் எடுத்து பயன்படுத்த போகிற கிருபைக்காய் ஸ்தோத்திரம், உமக்கு நன்றி ஸ்தோத்திரம். செலுத்துகிறோம். செய்த நன்மைக்காய் நன்றி பிதாவே. தாழ்த்தி சமர்ப்பிக்கிறோம். இயேசு கிறிஸ்து மூலம் ஜெபங்களும் ஜீவனுள்ள நல்ல பிதாவே. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. പ്രാർത്ഥന ദൈവം കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. അടുത്ത ഇനി എയിലേക്കാണ് പോകുന്നത്. പ്ലസ് ജിനേഷ്. ജോയൽ ഇപ്പോൾ ഒരു മ്യൂസിക് വായിക്കും. അത് ഏത് പാട്ടാന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ആരാ പറഞ്ഞു? എത്രയോ പേര് പറഞ്ഞു. ആ, ബഹളം വെക്കരുത്. എല്ലാവർക്കും മുട്ടായി തരുന്നതായിരിക്കും. ഇപ്പൊ ഇല്ല. അടുത്തത് കൊടുക്കാം. ഇതെവിടെ തീർന്നേ? അല്ലല്ല, തുടങ്ങുമ്പോട്ട്. ഇപ്പോൾ ഷെയ്ന് 3 ഹല്ലേലിയോ പറയും. ഷെയ്ന് 3 ഹല്ലേലിയോ പറയും. മൈക്കോട് മിടുക്കനല്ലേ? പെട്ടെന്ന് പറ. മുട്ടായി ഉണ്ട്, പറയുന്നവർക്ക് മുട്ടായി ഉണ്ട്. മുട്ടായി. ആ, പറഞ്ഞോ. ആ, കുഞ്ഞുങ്ങൾ മൈക്ക് ഓൺ ചെയ്തോ. ആ, പറഞ്ഞോ മോനെ. ഹല്ലേലിയോ പറഞ്ഞോ. ആ, ഒന്നൂടെ. 3 ഹല്ലേലിയോ. അടുത്ത എസ്ര പറയും. എസ്ര ഹല്ലേലിയ. മുട്ടായി കൊടുക്കുന്നതായിരിക്കും. ഹല്ലേലിയ, ഹല്ലേലിയ, ഹല്ലേലിയ. 3 ഹല്ലേലിയ പറഞ്ഞ എസ്രായിക്കാണ് പ്രൈസ്. അടുത്ത ആഴ്ച വസനം പറയണം കേട്ടോ. ഷെയ്ന് വാ ഷെയ്നെ, ഓടിയോ. കുഞ്ഞുങ്ങൾ സിയോണ ജിയ നിങ്ങൾ അടങ്ങിയിരി. കുഞ്ഞുങ്ങൾ പോൾ മക്കളെ മുന്നോട്ട് കയറി പ്രോഗ്രാം ശ്രദ്ധിക്കേ. ഇനി ബി ഗ്രൂപ്പിന് കൊടുക്കാം. മുട്ടായി ഒന്നുമില്ല. ജോസ്നിയാണ്. അത് പൊട്ടിക്കാം. സൂസൻ ആന്റി ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം സാക്ഷ്യമായി പറയും. മൈക്ക് കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.
ഞാനൊരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. എൻ്റെ പിതാവ് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അവര് എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ടുന്ന നന്മയൊക്കെ ഞാൻ വാർത്തപ്പോൾ ദേശത്തായിരുന്നപ്പോൾ എനിക്ക് തന്നു. അങ്ങനെ 1997 ഞാൻ ഈ സൗദിയുടെ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ ഏകദേശം 1 year കഴിഞ്ഞു. എൻ്റെ റൂമിൽ തമിഴ്നാട് സ്വദേശി ചന്ദ്ര എന്ന് പറഞ്ഞ സഹോദരി എൻ്റെ ജീവിതത്തിൽ വന്നു. എന്നോട് വചനത്തിലെ ചോദ്യം ചോദിച്ചു. 3 ചോദ്യം ചോദിച്ചു. 2 ഞാൻ പറഞ്ഞു, 3ാമത്തെ എനിക്കറിയില്ല. പുള്ളിക്കാരി ഉടനെ എന്നോട് പറഞ്ഞു, ഐ എം എ ഒറിജിനൽ ക്രിസ്ത്യൻ, യു ആർ എ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് പോവാനിടയായി. എന്നോട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയൂ ഒന്നും ചെയ്യാതെ കടന്നുപോയി. ഞാൻ ദൈവസേനയിൽ ഒത്തിരി കരഞ്ഞു. കർത്താവേ, ഞാൻ ആഴമായി നിന്നെ സ്നേഹിച്ചല്ലോ, എന്നാൽ എനിക്ക് വചനം അറിയാതെ പോയി. എന്നാൽ തിരുവചനം പഠിപ്പാനായി ഞാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഭൂമിയിൽ പാർത്തപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും തന്നു. എന്നാൽ വാസ്തവമായി എന്നെ സ്നേഹിച്ച ഒരു കർത്താവിനെ ഞാൻ സ്നേഹിക്കുകയോ അവിടുന്ന് പറഞ്ഞതായ കൽപ്പന അനുസരിക്കുകയോ ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ അത് ദുഃഖമുണ്ടായി. ഞാൻ ഉടനെ അല്ലെങ്കിൽ എൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജലത്തിൽ സാക്ഷീകരിച്ചു. സ്വർഗം തുറന്ന് എന്നെ വിളിച്ചു, നീ കടന്നു വാ. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എങ്ങോട്ടാ കടന്നു വരേണ്ടത്? 3 പ്രാവശ്യം ദൈവിക ദർശനം എനിക്ക് കാണിച്ചു തന്നു. ജീവവൃക്ഷത്തിന്റെ ഫലം, പളുങ്കു കടൽ തീരം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പാ, ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുണ്ട് അപ്പാ? അങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കർത്താവ് തന്നു. എനിക്ക് സ്വർഗീയ നന്മകൾ തന്നു. ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ വെളിപ്പെടുത്തി തെറ്റെന്ന് കാണിച്ചു തന്നുകൊണ്ട് എന്നെ നടത്തുന്ന അരുമനാഥനെ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാനുള്ള ദൈവകൃപ, സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന മഹാ അത്ഭുതം, കർത്താവ് എൻ്റെ കർത്താവെന്ന് പൂർണ്ണമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഞാൻ ജീവിക്കുന്നു. എനിക്ക് വേണ്ടി നിത്യജീവൻ ദാനം ചെയ്ത കർത്താവിനെ നോക്കിക്കൊണ്ട് ഞാൻ ഭൂമിയിൽ തിരുവചന പ്രകാരം ജീവിക്കാൻ തക്കം ആഗ്രഹിക്കുന്നു. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്ന വലിയൊരു പ്രവൃത്തി. ഹല്ലേലൂയ. എല്ലാവരും നല്ലൊരു കൈകൊടി കൊടുക്കും. കർത്താവ് ചെയ്ത തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് താൻ സ്വന്തം രക്ഷിതാവായി യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അപ്രകാരം കർത്താവ് ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ ബലൂണ് അടുത്ത ഇതിലേക്ക് കൊടുക്കാം. ഒരു ബൈബിൾ വേർഡ്സ് സ്റ്റിഫാനി പറയും മൈക്കിലൂടെ. I will bless the Lord at all times. His praise shall continually be in my mouth. Psalms 34 verses 1. അടുത്തത് ലാറിൻ ഒരു ബൈബിൾ വേർഡ്സ് പറയും. Blessed is everyone who fears the Lord, who walks in his ways. Psalms 128 verses 1. ആമേൻ. ക്രിസ്ത്യൻ ഫേവറേറ്റ് സോങ് പറയുക. അതിപ്പോൾ ഗ്രേസ് സിസ്റ്റർ പാടുന്നതായിരിക്കും. മൈക്ക് ഗ്രേസ് സിസ്റ്ററിന് കൊടുക്കാം, ഒരു മൈക്ക് ഷൈനി സിസ്റ്ററിന് കൊടുക്കാം. യേശുവോട് ചേർന്നിരിപ്പത് യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ,
യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നുമെന്നും കാംക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. അടുത്തത് ഈ ബലൂൺ ഇനി പാസ്റ്റർ പൊട്ടിക്കുന്നതായിരിക്കും. ഇത് കർത്താവിന്റെ ദാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം കർത്താവിന്റെ ദാസൻ പറയുന്നതായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം. യഹോവന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കൈയടിച്ച. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതെൻ്റെ ഒരു ഐഡിയ ആണ്. ഇത് പല ഐഡിയകളിൽ നിന്നും ചേർന്ന് വന്ന ഒരു ഐഡിയ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിന് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ നാളിന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അതിന് ഈ ആത്മീയ ശുശ്രൂഷകളൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു.